മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീടിൻ്റെ പടികളുടെ എണ്ണം ഇരട്ട സംഖ്യയായാൽ ആ വീട്ടിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുമോ? ഇത് വിശ്വാസമാകാം, അല്ലെങ്കിൽ അന്ധവിശ്വാസമാകാം. പക്ഷേ എൻ്റെ സ്വന്തം ജീവിതത്തിലെ ഒരനുഭവം ഞാൻ പങ്കുവയ്ക്കാം. 2018-19 കാലഘട്ടത്തിലാണ് വീടിൻ്റെ റിനോവേഷൻ നടക്കുന്നത്. റിനോവേഷന് മുൻപേ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് ഒരു പടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പലരും ഇത് വാസ്തുപ്രകാരം ശരിയല്ല എന്ന് എന്നോട് പറഞ്ഞിരുന്നു. വാസ്തുപ്രകാരം ആദ്യത്തെ സ്റ്റെപ്പ് ലാഭവും അടുത്ത സ്റ്റെപ്പിൽ വീട്ടിലേക്ക് കയറുമ്പോൾ അത് നഷ്ടത്തിൽ അവസാനിക്കുന്നു എന്നാണ് പലരുടെയും വിശ്വാസം. ഞാൻ ഒരു ആർഗ്യുമെന്റിനും പോകാതെ അത് മനസ്സിൽ കുറിച്ചിട്ടു. റിനോവേഷൻ സമയത്ത് വീടിൻ്റെ പടികളുടെ എണ്ണം 2 മാറ്റുകയും ചെയ്തു. റിനോവേഷൻ വർക്കും പെയിന്റിങ്ങും കഴിഞ്ഞ് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം 2 അപരിചിതർ എൻ്റെ സമപ്രായക്കാരനായ ഒരു നാട്ടുകാരനെയും കൂട്ടി വീട്ടിൽ വരികയുണ്ടായി. വീട് ഷൂട്ടിങ്ങിന് കൊടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കാൻ വന്നതാണ്. ഇപ്പോൾ നിങ്ങൾ പലരുടെയും മനസ്സിൽ ചോദിച്ച ചോദ്യം ഞാനും എൻ്റെ മനസ്സിൽ ചോദിച്ചു. അതെന്താ, നാട്ടിൽ വേറെ നല്ല വീടൊന്നും കിട്ടാനില്ലേ? തരക്കേടില്ലാത്ത ഒരു സംഖ്യ ഡെയിലി റെൻ്റായി തരാമെന്ന് പറഞ്ഞപ്പോൾ വീടിൻ്റെ മുകൾ വശത്തെ ഒരു പോർഷനും താഴത്തെ നിലയിലെ വിസിറ്റിംഗ് റൂമും അവർക്ക് ഉപയോഗിക്കാനായി ചില ഉപാധികളോടെ ഞാൻ സമ്മതം നൽകി. ഇതൊക്കെ നടക്കുമ്പോഴും ഇതെല്ലാം നാളെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചിരുന്നില്ല. തൊട്ടടുത്ത ദിവസം രാവിലെ ജോലിക്ക് പോകുമ്പോൾ എല്ലാം സാധാരണത്തേതുപോലെ തന്നെയായിരുന്നു. ഇടയ്ക്ക് വീട്ടിൽ വിളിച്ചു ചോദിച്ചപ്പോൾ ഷൂട്ടിങ്ങിന് ചില ആളുകൾ വന്നതായി അറിഞ്ഞു. വൈകുന്നേരം വീട്ടിൽ ചെന്നപ്പോൾ സീനാകെ മാറി. ശരിക്കും വീട്ടിൽ ഷൂട്ടിംഗ് നടക്കുന്നു. സിനിമാല ഫെയിം സാജു കൊടിയൻ, മറിമായം ഫെയിം സ്നേഹ, ബിജു കുട്ടൻ, മെമ്മറീസ് മൂവി ഫെയിം രാഹുൽ മാധവ് തുടങ്ങി ഒരു പിടി സിനിമ സീരിയൽ ആർട്ടിസ്റ്റുകൾ എൻ്റെ വീട്ടിൽ. ഷൂട്ടിംഗ് 4 ദിവസം ഉണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ പറഞ്ഞുറപ്പിച്ച തുക എല്ലാ ദിവസവും ഷൂട്ടിംഗ് കഴിഞ്ഞു പോകുന്ന സമയത്ത് അവർ കൃത്യമായി തരികയും ചെയ്തു. എന്തൊക്കെ പറഞ്ഞാലും ഇതെൻ്റെ ലൈഫിലെ ഒരു വേറിട്ട അനുഭവമായിരുന്നു. കുറച്ച് സെലിബ്രിറ്റീസ് എൻ്റെ സ്വന്തം വീട്ടിൽ വളരെ ആകസ്മികമായി വരിക, അവരോടൊപ്പം അല്പം സമയം പങ്കുവെക്കാനായി സാധിക്കുക വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പറഞ്ഞു വന്നത്, വീടിൻ്റെ പടികളുടെ എണ്ണം മാറ്റിയതും വീട്ടിൽ ഷൂട്ടിംഗ് നടന്നതും അതിലൂടെ സാമ്പത്തിക ലാഭം ഉണ്ടായതുമെല്ലാം തീർത്തും സത്യമായ കാര്യങ്ങളാണ്. പടികളുടെ എണ്ണം മാറ്റിയതുകൊണ്ട് മാത്രമാണോ ഇങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ കൃത്യമായൊരു ഉത്തരം എനിക്ക് പറയാനായി സാധിക്കില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം. വലിയ ബുദ്ധിമുട്ടില്ലാത്ത മാറ്റങ്ങൾ അത് വീട്ടിലായാലും സ്വന്തം ജീവിതത്തിലായാലും ഒന്ന് പരീക്ഷിക്കുന്നതിൽ തെറ്റില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ. സ്വന്തം വീടിൻ്റെ റിനോവേഷൻ നടക്കുമ്പോൾ നിങ്ങൾക്കും ഈ കാര്യം വെറുതെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതേയുള്ളൂ. ഇനി എങ്ങാനും ലോട്ടറി അടിച്ചാലോ? വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.